SSC CGL 2022 പുതിയ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു എക്സാമിന് എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സാം രജിസ്റ്റർ ചെയ്തവർക്കുള്ളൊരു വീഡിയോ ആണിത്. പുതുതായി രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആളുകൾക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള മറ്റൊരു വീഡിയോ ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. അപ്പോൾ അതിൻ്റെ ഹോം പേജ് ഇതാണ്, ഈ രീതിയിലാണ് ഉണ്ടാവുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ലോഗിൻ ID ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ അടുത്ത പേജിൽ നമുക്ക് ആദ്യം തന്നെ കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിലെല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഡേറ്റ്, എന്നാണ് പേയ്മെൻറ്റ് അവസാനം അടയ്ക്കേണ്ട തീയതി, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ അത് അപ്ലൈ എന്നുള്ളൊരു ബട്ടൺ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ ഓൾറെഡി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് കൂടുതലായിട്ടും ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏതൊക്കെയാണ് എക്സാം സെൻറ്ററുകൾ ഏതൊക്കെയാണോ വേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം നമ്മളിതിൽ സെലക്ട് ചെയ്യാം. 3 സെൻറ്ററിൻ്റെ ഓപ്ഷൻ ഉണ്ട്. കഴിയുന്നതും എല്ലാവരും വീട്ടിൻ്റെ അടുത്തുള്ള സെൻറ്ററുകൾ ചൂസ് ചെയ്യാം. അങ്ങനെ സെൻറ്റർ എല്ലാം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞ് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ആവശ്യമുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഡിഗ്രി, അതായത് ഗ്രാജുവേഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ഫില്ല് ചെയ്യാം. പാസ്ഔട്ട് ഇയർ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഇതിൽ ഫില്ല് ചെയ്യണം. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിൽ വരുന്നത് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനാണ്. ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും. അതിൽ ഫോട്ടോയുടെ അതിൻ്റെ ഡയമെൻഷൻസ് എങ്ങനെയാണെന്നുള്ളത് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര സൈസ് വേണം. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. ആ ഒരു സൈസിനനുസരിച്ചുള്ള ഫോട്ടോസും സിഗ്നേച്ചറും നിങ്ങൾ ക്രോപ്പ് ചെയ്തെടുക്കുക. നമുക്ക് ഓൺലൈനായിട്ട് ഒരുപാട് ഫോട്ടോ റീസൈസ് ചെയ്യുന്ന വെബ്സൈറ്റുകളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് അതിൻ്റെ ഡയമെൻഷൻസ് കൊടുത്താൽ മതി. നമുക്കതിനനുസരിച്ചിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്ലൈ ചെയ്യുമ്പോൾ. എന്നിട്ട് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ടാവും. അതിൽ ഐ അഗ്രി എന്നുള്ള കോളം ടിക്ക് ചെയ്യുക. എന്നിട്ട് കൊടുത്തിട്ടുള്ള ക്യാപ്ച ടൈപ്പ് ചെയ്യുക. ക്യാപ്ച ടൈപ്പ് ചെയ്തതിന് ശേഷം അവിടെ ഒരു പ്രിവ്യൂ ബട്ടൺ നിങ്ങൾക്ക് കാണാം. ആ പ്രിവ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഈ മുകളിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസുകളെല്ലാം ഡിസ്പ്ലേ ചെയ്ത് വരും. അതിൽ ഫൈനലായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷനും കൂടെ ഉണ്ടാവും. വൺസ് നിങ്ങൾ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ടൈപ്പ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യുക. കൊടുത്ത ഡീറ്റെയിൽസുകളെല്ലാം ഒന്നും കൂടെ ശ്രദ്ധിക്കുക. നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയും സിഗ്നേച്ചറും എല്ലാം കറക്റ്റ് അല്ലേ. പിന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ തന്നെ കൊടുക്കണം കേട്ടോ. കാരണം ഇതിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 17 ജൂണിന് ശേഷമുള്ള ഫോട്ടോ ആണോ എന്ന് ഇവർ പ്രത്യേകം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെൻറ്റിലേക്കുള്ള ഒരു ഓപ്ഷൻ വരും. ഇപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിൽ യെസ് ക്ലിക്ക് ചെയ്യുക. യെസ് ക്ലിക്ക് ചെയ്താൽ അടുത്ത പേയ്മെൻറ്റിൻ്റെ പേജിലേക്ക് പോകും. അതിൽ നമുക്ക് 2 രീതിയിൽ പേയ്മെൻറ്റ് വരുന്നുണ്ട്. ഒന്ന് ഓൺലൈനായിട്ടും വരും, പിന്നെ ഒന്ന് ഓഫ്ലൈനായിട്ടും. ഓഫ്ലൈനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചലാൻ ഡൗൺലോഡ് ചെയ്യാനുണ്ടാവും. ആ ഡൗൺലോഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ കിട്ടുന്ന ചലാൻ. അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യേൻ്റെ ചലാനാണ്. അപ്പോൾ നിങ്ങൾ ഈ ചലാനുമായിട്ട് ബാങ്കിൽ പോവുക. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫീസ് അടയ്ക്കാം. 100 രൂപയാണ് എക്സാമിന് ഫീസ് വരുന്നത്. ഇനി അതല്ല നിങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലൊരു പേജ് വരും. ഇതിൽ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ, ഡെബിറ്റ് കാർഡാണോ, ക്രെഡിറ്റ് കാർഡ്, UPI, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. പേയ്മെൻ്റ് എല്ലാം ഉടനെ തന്നെ അടയ്ക്കുക. ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കരുത്. പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് അടച്ചിട്ട് നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യുക, പ്രിപ്പറേഷൻ തുടങ്ങുക. ഓക്കെ, താങ്ക്സ്.